കോഴിക്കോട് ബാലുശ്ശേരിക്കോട്ട ക്ഷേത്രത്തിലും സ്വർണ്ണ ഉരുപ്പടികൾ നഷ്ടപ്പെട്ടതായി പരാതി. ഏകദേശം 20 പവനോളം സ്വർണം നഷ്ടപ്പെട്ടതായാണ് സൂചന. മലബാർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് വിമർശനം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ വിളിച്ചുവരുത്തി പരിശോധന നടത്തിയത് 20 മാസത്തിനു ശേഷമാണ്. നഷ്ടമായ സ്വർണത്തിന്റെ കൃത്യമായ കണക്ക് പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും വിവരമുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്? നീലിമ, അതായത് ഈ ബാലുശ്ശേരിയിലുള്ള കോട്ട ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ 20 പവനോളം വരുന്ന ഭക്തർ സമർപ്പിച്ചിട്ടുള്ള കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ കാണാനില്ല എന്നൊരു പരാതിയാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. മലബാർ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിലേക്കുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരെ തീരുമാനിക്കുന്നതും ക്ഷേത്രത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 2016 ഈ കോട്ട ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായി എത്തുന്നത് ഈ വിനോദൻ എന്ന് പറയുന്ന ആൾ എത്തുന്നു. അതിനുശേഷം പിന്നീട് തുടർച്ചയായി 5-ലധികം വർഷം ഈ കോട്ട ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി ഇയാൾ തുടരുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്ന് മറ്റൊരു, അതായത് ഈ കൊയിലാണ്ടി കൊല്ലത്തുള്ള ഈ ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിലേക്ക് ഇയാൾ മാറിപ്പോവുകയും ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് ഈ കോട്ട ക്ഷേത്രത്തിലേക്ക് ഈ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ എത്തുന്നു. ഇയാൾ കൃത്യമായി ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു, ഭക്തർ എത്ര കാണിക്ക ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ അടങ്ങുന്ന രേഖകൾ ഈ മുൻപുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള വിനോദൻ തീർച്ചയായും അടുത്ത വന്ന ചുമതലയിലുള്ള ആൾക്ക് കൈമാറേണ്ടതാണ്. പക്ഷേ ഇയാൾ ഒരു രേഖയും കൈമാറിയില്ല. ഒന്നും കൈമാറാതെ ഇയാൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ കോട്ട ക്ഷേത്രത്തിൽ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു. അയാൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും ലഭിച്ചില്ല. അതിനുശേഷം വീണ്ടും ഈ അടുത്ത് ഈ കോട്ട ക്ഷേത്രത്തിൽ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നപ്പോഴാണ് ഈ കാര്യം ഇങ്ങനെ കൃത്യമായി ധരിപ്പിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ എന്തൊക്കെ കാണിക്ക ഉരുപ്പടികളുണ്ട് അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. മാത്രമല്ല മുൻപുണ്ടായിരുന്ന വിനോദൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിനകത്തൊരു പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, ലോക്കറിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോഴാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ മറ്റ് മോഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സൂചന. ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടിട്ട് ഈ ബാലുശ്ശേരിക്കോട്ടയിലെ അധികൃതരിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായോ? നീലിമ, ഇന്ന് കോഴിക്കോട് ജില്ലയിലെ 2 ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച കാണിക്ക നഷ്ടമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തർ തന്നെ രംഗത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ക്ഷേത്രങ്ങളും അത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളവയായിരുന്നു. അതിൽ 2ഉം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നവരാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ്. ഈ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിലും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ മലബാർ ദേവസ്വം ബോർഡ് നേരിട്ട് നിയമിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതായത് ക്ഷേത്രത്തിൽ ഈ ഭക്തർ സമർപ്പിക്കുന്ന ഉരുപ്പടികൾ, അത് ഭക്തർ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൃത്യമായ രേഖ സൂക്ഷിക്കേണ്ടത്, അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കേണ്ടവരാണ് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇത്തരത്തിൽ ഇത് തട്ടിയെടുത്തിരിക്കുന്നത്. ഈ 20 പവനോളം ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇത് കവർച്ച ചെയ്തിരിക്കുന്നത് എന്ന ഒരു ആരോപണം കൂടി ഭക്തരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അത് CPM അനുഭാവിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് ഇതിൽ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിക്കുന്നതിനുള്ള മാനദണ്ഡം എന്നുകൂടി ഭക്തരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലൊരു ഈ പരാമർശം അല്ലെങ്കിൽ ഒരു വിമർശനം ഉയരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നടന്ന ഈ ക്ഷേത്രത്തിലെ 2 ഈ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച 2 ഈ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടമായി എന്ന വാർത്ത പുറത്തു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് 2ഉം നടന്നിരിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് എന്ന വാർത്തയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി കോട്ടയിൽ ഈ BJPയുടെ നേതൃത്വത്തിലടക്കം വലിയ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നീക്കം. എന്തായാലും ഇപ്പോൾ നിലവിൽ ചുമതല ഏറ്റിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇത് മലബാർ ദേവസ്വം ബോർഡിനോട് ഈ കാര്യം ധരിപ്പിക്കുകയും അങ്ങനെയാണ് ഇതൊരു അന്വേഷണം നടത്തുന്നതിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ക്ഷേത്രത്തിൽ എത്ര അവിടെ നിന്ന് കാണാതായ വസ്തുക്കളിലേക്ക് കൂടി ഒരു വിവരങ്ങൾ ലഭിച്ചാൽ നന്നായിരുന്നു. എന്തെല്ലാമാണ് കാണാതായിരിക്കുന്നത്?
നീലിമ, അതായത് ഈ ഭക്തർ സമർപ്പിച്ചിട്ടുള്ള ഈ സ്വർണ്ണത്താലി, അതുപോലെ തന്നെ ഈ പൊട്ട്, അതുപോലെ ഇത്തരത്തിൽ സ്വർണ്ണ മണികൾ, അങ്ങനെയുള്ള വസ്തുക്കളാണ് ഇപ്പോൾ കാണാതെ ആയിട്ടുള്ളത് എന്നാണ് ഭക്തർ പറയുന്നത്. എന്തായാലും ഇത് കാണാതായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ ഏതൊക്കെ വിവരങ്ങൾ, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, സ്വർണം വെള്ളി ഉൾപ്പെടെ എത്രത്തോളം ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 20 പവനോളം ഉണ്ട് എന്നാണ് വരുന്നത്. പക്ഷേ അതല്ല, അതിലപ്പുറം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, കാണാതായിട്ടുണ്ട് എന്ന വാർത്ത കൂടി ഭക്തർ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും എത്ര സാധനം ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് എന്ന കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടിയിരുന്നത് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഈ മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വിനോദനാണ്. ഈ വിനോദാണ് ഇയാളുടെ കൈവശം മാത്രമാണ് എത്ര സ്വർണ്ണ ഉരുപ്പടികൾ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുള്ളത്. ഈ കണക്കാണ് ഇയാൾ ഇതുവരെ ഈ മലബാർ ദേവസ്വം ബോർഡിന് മുന്നിൽ ഹാജരാക്കാനോ ഈ ഭക്തർക്ക് മുന്നിൽ സമർപ്പിക്കാനോ തയ്യാറായിട്ടില്ല. നാളെ ഇത്തരത്തിൽ ഒരു കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്തും. ഈ വിനോദനോട് ക്ഷേത്രത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. എന്തായാലും നിലവിൽ കോട്ട ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ പുതുതായി ചുമതലയെടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് ഇത്തരത്തിൽ തന്റെ കൈവശം ഈ കണക്കുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പരാതി മലബാർ ദേവസ്വം ബോർഡിനോട് പറയുന്നത്. ഈ നിരവധി തവണ മലബാർ ദേവസ്വം ബോർഡിനോട് ഈ പരാതി പറഞ്ഞിട്ടും ഏറ്റവും ഒടുവിൽ 20 മാസത്തിന് ശേഷം മാത്രമാണ് ഒരു നടപടി, അല്ലെങ്കിൽ ഈ മുൻപ് പോയിരുന്ന ഈ വിനോദൻ എന്ന ആളെ കണ്ടെത്തുകയും അയാളോട് ഈ കണക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തത് 20 മാസത്തിന് ശേഷമാണ്. അത്രയധികം കാലതാമസം ഇവിടെ എടുക്കുന്നുണ്ട് എന്നതാണ്. പിന്നെ എന്തിനാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നാണ്. അതൊരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഭക്തജനങ്ങൾ ഒരു പ്രശ്നം പറയുമ്പോൾ അതിനുടൻ പരിഹാരം കാണാതെ ഇത്രയധികം കാലതാമസം, അതും ഇത്രയധികം ഗൗരവമുള്ളൊരു പ്രശ്നം പറയുമ്പോൾ ഇത്രയധികം കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് മലബാർ ദേവസ്വം ബോർഡ് ഈ പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന്. ശരി അനഘ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജനം TV റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ബാലുശ്ശേരി കോട്ടയിലെ വൻ തട്ടിപ്പിനെ കുറിച്ചാണ്, മോഷണത്തെക്കുറിച്ചാണ്. അനഘയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.